എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓൺ റെക്കോർഡ്സ്. യെസ്, 3.25 ലക്ഷവും 3.5 ലക്ഷവും എന്നൊക്കെയാണ് എൻ്റെ ശമ്പളം. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1,07,000. അവർക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ യു തിങ്ക് ശിവശങ്കർ സാറ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഈ ഫാക്ട് ശിവശങ്കർ സാർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ദേ ജസ്റ്റ് യൂട്ടിലൈസ് പീപ്പിൾ ലൈക്ക് ടിഷ്യൂ പേപ്പർ. ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് എന്നെ ആ ഓഫീസിൻ്റെ അകത്ത് ഇരുത്തി ടോർച്ചർ ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാജ് കിരൺ ആൻഡ് ഓൺലൈൻ ADGP അജിത് കുമാർ. പാക്കിംഗ് സമയത്ത് കോൺസുൽ ജനറലിന്റെ കൂടെ ആയിരിക്കും. അതായത് പാക്ക് ചെയ്യുന്നത് കണ്ടു. അല്ലെങ്കിൽ ഞാനിങ്ങനെ തുറന്നു പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇത്രയും ഓഫീസ് മണക്കാടാണ്. അവിടെ നിന്ന് ബിരിയാണി പോകേണ്ട ദിവസം ഞാനും എൻ്റെ കോൺസുൽ ജനറലും 11 മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വരും. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമസ്കാരം. സ്വപ്ന സുരേഷിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എങ്ങനെയാണ് ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തിയതെന്നുൾപ്പെടെ സ്വപ്ന വിവരിക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന് ഇതിലുള്ള പങ്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം, എതിരായി വരുന്നതെല്ലാം കർമ്മയുടെ ഫലമാണ് പിണറായി അനുഭവിക്കുന്നത്. തന്നെ ഇല്ലാതെയാക്കാൻ നോക്കി, എന്നിട്ട് അത് നടന്നില്ല. അത് മാത്രമല്ല, HRDSൽ ഇനിയും ജോലി ലഭിച്ചാൽ ചെയ്യുമെന്നും പൂർണ്ണ ആത്മസമർപ്പണത്തോടെ തന്നെ ചെയ്യുമെന്നും അവർക്ക് തന്നെ കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായതെന്നും സ്വപ്ന പറയുന്നു. ശിവശങ്കർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ ഇറങ്ങി നടന്ന് അത് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിയെയാണ് പിണറായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അത് ഇനിയെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാകുമോ എന്ന് അറിയില്ല. ഈ പിണറായിക്ക് വേണ്ടി തനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ പകുതിയും വീണയുടെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത്. ഇതിന് റെക്കോർഡുകൾ ഉണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു. എൻ്റെ 164 റിട്രാക്ട് ചെയ്യുക. ആദ്യം ചോദിച്ചത് 164 എന്തൊക്കെ ഉണ്ട്. I said it's 164. I cannot say it because it's in the court. I can't tell anybody. Then they said I have to withdraw it. എൻ്റെ ഡിസിഷൻ ഉടനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ things are going to go worst. സ്വപ്നയുടെ പേരിൽ എന്തായാലും കേസ് വരും. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യാൻ പറയും. ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് എന്നെ ആ ഓഫീസിൻ്റെ അകത്ത് ഇരുത്തി ടോർച്ചർ ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാജ് കിരൺ ആൻഡ് ഓൺലൈൻ ADGP അജിത് കുമാർ. ബട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പേഴ്സണൽ ADGP പേഴ്സണൽ എന്ന് പറഞ്ഞ എന്തോ 100% ഉണ്ടല്ലോ. അദ്ദേഹം ജയിലിലാണ്. Don't worry, it's a big team. It is a big team. If you look into it, ഇപ്പം ഞാൻ ആവശ്യമില്ലാതെ ആരുടെയും പേര് വലിച്ചഴയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നുള്ള ജെനുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏബ്രഹാം സാർ ഇപ്പോഴും കിഫ്ബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലേ? ഇവര് ഈ ഒരു ചെറിയൊരു വിശ്വസ്തരുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് എവിടെ ഇരുന്നാലും പ്രവർത്തിക്കും. ശിവശങ്കർ സാറ് പേഴ്സണലി പോയി ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഹി ഓൺലി യൂസസ് ഹിസ് ബ്രെയിൻ ആൻഡ് ഹി ഡെലിഗേറ്റ്സ്. ഇപ്പോൾ എനിക്ക് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൽ എൻ്റെ റെസ്യൂമി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചെന്ന് എന്നെക്കൊണ്ട് അത് പറയുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുകയും വിത്തൗട്ട് എനി ഇൻ്റർവ്യൂ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തിട്ട് ഇവരെന്താണ് സർട്ടിഫിക്കറ്റ് കേസ് എന്നും പറഞ്ഞ് ഞാൻ തട്ടിപ്പ് നടത്തി ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ട്രിവാൻഡ്രത്തൊരു കേസുണ്ട്. പക്ഷേ ഹൂ ആക്ച്വലി ഗേവ് മീ ദാറ്റ്? ആൻഡ് അത് CM പറഞ്ഞിട്ടാണ്. I have given the facts to my lawyer, evidences, WhatsApp messages. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മളെപ്പോലെ ഉള്ളവർക്ക് പറ്റുന്ന ദ്രോഹം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫോണല്ല എടുത്തുകൊണ്ട് പോകുന്നത്, 7-8 മൊബൈൽ. എനിക്ക് മൊബൈൽ ഇപ്പം വാങ്ങിക്കാൻ പോലും പേടിയാണ്. ബിക്കോസ് എപ്പോഴാണ് പുതിയ കള്ളക്കേസ്, ഇത് കേസുകൾ ഇങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വൺ ആഫ്റ്റർ ദി അതർ കേസ് ആൻഡ് അറിഞ്ഞൂടാത്ത കുറേ PIL പൊതുപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്നിട്ട് കേസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഫോൺ കൊണ്ടുപോകും. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് ദറ്റ് ഐ ഹാഡ് എ ബാക്കപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ് വിച്ച് ദേ ഡിഡ്ന്റ് നോ. ഇത് ഞാൻ എൻ്റെ ലോയേഴ്സിനും കോർട്ടിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കെയിം ആസ് എ ഷോക്ക് ടു മീ യെസ്റ്റർഡേ മോർണിംഗ്. ഞാൻ
പെട്ടെന്ന് റെഡിയായി അടുത്ത് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും എനിക്ക് നിരന്തരം കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന്. അപ്പം ഐ യൂഷ്വലി ഡോണ്ട് അറ്റൻഡ് സച്ച് കോൾസ്. എനിക്ക് അറിഞ്ഞൂടാത്ത നമ്പേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ബട്ട് വാട്ട് ഹാപ്പൻഡ് 8 times or 9 times ഐ ഗോട്ട് ദിസ് കോൾ. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ് വാട്ട് ദ ഹെൽ, ഈ ഇന്ത്യൻ ആർമിയേ ഉള്ളൂ എനിക്കെതിരെ കേസ് എടുക്കാൻ. എന്താണ് കാര്യം? ഞാൻ ഐ എം നോട്ട് ഇൻ ടു ഈ ചാനലിൽ എപ്പോഴും എനിക്ക് ടി വി കാണുന്ന അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ദെൻ വീണ്ടും കോൾ വന്നപ്പോൾ ഐ ആൻസർ ദ കോൾ. അപ്പം പറഞ്ഞു News 18 ആണ്, ഷാജ് കിരണിൻ്റെ വെളിപ്പെടുത്തലിൽ എന്താണ് പറയാനുള്ളതെന്ന്. ഞാൻ പറഞ്ഞു വേർ ഓൺ എർത്ത് ഡിഡ് ഹീ നൗ കം, വാട്ട് ഡിഡ് ഹി സേ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗിവ് മീ 5 minutes, ലെറ്റ് മീ ജസ്റ്റ് ഗോ ത്രൂ ദ ചാനൽ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര ഒരു വിയേർഡായിട്ട് തോന്നിയത്, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ, ലാഭം MR അജിത് കുമാറിനാണ്. 3 മാസം വിജിലൻസിൽ നിന്ന് ആ കേസും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഹി കെയിം ആസ് എ ഫുൾ പവർ ഓഫ് ലോ ആൻഡ് ഓർഡർ. ദ ഹോൾ കേരളയുടെ ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ഹീ ഈസ് വെരി ക്ലിയർലി സെഡ്. ദെൻ News 18 wanted me and him to talk together. I don't have any business with Shaj Kiran. I don't have anything to discuss with him at all. നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ കോടതിയിലുണ്ട്. അദ്ദേഹം എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു 7-member ടീം ക്രൈം ബ്രാഞ്ച് എൻ്റെ ഫോണെല്ലാം പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്തത് ഗൂഢാലോചന കേസ്. വൈ ഷുഡ് ഐ ഡു ഓൾ ദാറ്റ്? ഇപ്പോൾ ഷാജ് കിരണിനെ ദൈവമായിട്ട് വീണ്ടും നിർത്തിയില്ലേ? ഇതെല്ലാം ഒന്നേന്ന് വരാൻ കാര്യം എന്താണ്? ഷാജ് കിരണിനെ പോലെ ഒരു ജെനുവൻ അല്ലാത്ത, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ഇനി എന്നെ കോൺടാക്ട് ചെയ്ത് ഐ വിൽ നോട്ട് എൻ്റർടൈൻ. ക്രെഡിബിലിറ്റിയും ജെനുവിനിറ്റിയും അങ്ങറ്റമുള്ള, ഞാൻ ആക്ച്വലി വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡലാണ് ശിവശങ്കർ സാർ. അതിനേക്കാളും വരില്ലല്ലോ ഷാജ് കിരൺ. ഈ ശിവശങ്കർ സാർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും ഐ വിൽ നോട്ട് കം ഇൻ ടേംസ്. ഐ വിൽ നോട്ട് ബി മാനിപ്പുലേറ്റഡ്. നൗ ഐ വോണ്ട് ടു സീ ദി ഷോർ. ഇനി എനിക്ക് അക്കരെ എത്തിയേ പറ്റൂ. എന്നെ നശിപ്പിച്ചു കംപ്ലീറ്റ്ലി. അതുകൊണ്ട് ഇനി ഏത് ടേംസ് ഒന്നും പറഞ്ഞു വന്നാലും ഐ ആം നോട്ട് റെഡി ടു ഗെറ്റ് ഇൻ ടു സച്ച് തിങ്സ്. ബിക്കോസ് ഐ തിങ്ക് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ ഓൾസോ അപ്രോച്ച്ഡ് them and also they told Shaj Kiran that I have to hand over my phone to Nikesh Kumar. അപ്പോൾ there could be, ബിക്കോസ് ഇവരുടെ പേര് ഞാൻ പിന്നീടല്ലേ വെളി പറയാന് 164 ഒക്കെ കൊടുത്തതിന് ശേഷമാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ അവർക്ക് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. HRDSന് എനോമസ് ആയ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് വിത്ത് നോ റെസ്റ്റ് അവർ ഓടുന്നുണ്ടായിരുന്നു. 100%. ബിക്കോസ് ആപത്തിൽ കൂടെ നിന്നവരെന്നും ഉണ്ടാവും. ഞാൻ കാരണമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ, അല്ലാതെ അവരെനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. വെൽ, ഐ എം നോട്ട് ആസ്കിങ് ത്രൂ എ ചാനൽ, ഐ എം നോട്ട് ആസ്കിങ് ഫോർ ആൻ ഓഫർ. അങ്ങനെയൊന്നുമല്ല. എന്നെ ജോലിക്ക് വെച്ചില്ലെങ്കിലും എന്നാൽ കഴിയുന്ന എന്ത് സഹായം അവരാവശ്യപ്പെട്ടാൽ എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാം. കമ്മിറ്റ്മെൻറ്റ് ഓഫ് കോഴ്സ് ഏത് ജോലി, ആര് ജോലി തന്നാലും 24/7 കമ്മിറ്റ്മെൻറ്റോടെ സിൻസിയറിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യൂ എന്നുള്ളത് ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ എല്ലാവർക്കും ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കേസ് പെടില്ലായിരുന്നു. അപ്പോൾ HRDS എന്നല്ല, ഏത് ഓർഗനൈസേഷൻ ഒരു ജോലി തന്നാലും അത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റിയോടെ തന്നെ അത് നിറവേറ്റും. HRDS ആണെങ്കിൽ ഐ വിൽ ബി ലിറ്റിൽ കംഫർട്ടബിൾ ബിക്കോസ് ഐ നോ ഓൾ ഓഫ് ദം. ദർ ഇസ് നോ റീസൺ ദറ്റ് ഐ ഷുഡ് ഡിനൈ. പക്ഷേ ഒരു ചെറിയ സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അവർ വീണ്ടും എനിക്കൊരു ജോലി, ഏതെങ്കിലും ഒരു മലയാളി സ്ഥാപനം അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള അനുവദിക്കുകയോ ഇല്ലയെന്ന് ഇപ്പോഴും ഉറപ്പില്ല. അതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ. ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ട് അല്ലേ? ആരും ധൈര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിച്ചേനെ. നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. എന്താണ്, വാട്ട്സ് മൈ ലൈവ്ലിഹുഡ്, വാട്ട് ആം ഐ ഡൂയിങ് ഫോർ മൈ ഡെയിലി ബ്രെഡ്, നോബഡി ഈസ് ബോതേർഡ്. എവറിബഡി വാണ്ട്സ് ടു ഹിയർ സം ഗോസിപ്സ് എന്നുള്ളതല്ലാതെ ആക്ച്വൽ ഞാനാണല്ലോ അനുഭവിക്കുന്നത്, എൻ്റെ മകനാണല്ലോ അനുഭവിക്കുന്നത്. നമ്മൾ എന്താണ്, വാട്ട് ആർ വി ഗോയിങ് ത്രൂ എന്നുള്ളത്
മനസ്സിലാക്കിക്കൊണ്ട് ഒരു മലയാളി ഇതുവരെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല. ഒരു ജോലി തന്ന് സഹായിക്കാൻ, കാശ് തന്ന് സഹായിക്കാനല്ല, ജോലി തന്ന് സഹായിക്കാൻ. ഞാൻ എപ്പോഴും ഇന്ന് പറയുന്നത്, ഈ ഒരു ക്യാരക്ടർ ഈ പൊളിറ്റിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ആധികാരികമായിട്ട് പറയണത്? വിജേഷ് പിള്ളൈ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ഇതേപോലെ പരിചയപ്പെട്ട് OTT കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുക. അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മക്കളും സരിത്തും ഒക്കെ ആയിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി ചെന്നിരുന്നു. ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നു. OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ ഐ ന്യൂ ദാറ്റ് എന്തോ ഇതല്ല കാര്യം, മീറ്റിങ്ങിൻ്റെ അജണ്ട ഇതല്ല. And then he is telling me about this Mr. Govindan and his son and everyone. And he is offering 30 crores and a passport to leave the country. Why would I talk about somebody I don't know? I didn't know that he existed. അദ്ദേഹവും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടില്ലല്ലോ, കേസ് കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. തളിപ്പറമ്പ കണ്ണൂരിൽ 2 കേസുണ്ട് ഇതിനെ ചൊല്ലി. ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് നൗ ഇതൊരു യൂഷ്വൽ പാറ്റേൺ ആണല്ലോ. സ്വപ്ന വാ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ കേസ്, ഈ അമ്പലത്തിലെ പ്രസാദം പോലെയാണല്ലോ എനിക്കിപ്പോൾ കേസ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ മൈ ലോയർ നോസ് ഡീറ്റെയിൽസ്. പക്ഷെ തളിപ്പറമ്പ കണ്ണൂരിൽ 2 കേസുണ്ട്. ഡെഫമേഷൻ ആണെന്ന് തോന്നുന്നു മിസ്റ്റർ ഗോവിന്ദൻ കൊടുത്തത്. ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഫ് യു റിയലി ഗെറ്റ് ഇൻ ടു ഇറ്റ്, നോർമൽ തിങ്കിങ്ങിൽ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി വന്ന് വേറൊരാളുടെ പേര് പറയുന്നു, ഇന്ന ഓഫർ തരുന്നു. അപ്പം ഞാൻ അത് ജനങ്ങളെയും എൻ്റെ ലോയേഴ്സിനെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്ന ഒരു വ്യക്തി, വിജേഷ് പിള്ളൈ എന്നൊരു വ്യക്തി വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഹൂ ഇസ് ദിസ് മിസ്റ്റർ ഗോവിന്ദൻ? എനിക്കിത് ഇദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ അദ്ദേഹമാണ് ഈ ഓഫർ വെച്ചതെന്ന് എന്നോട് പറയുകയാണ്. ഇതിൽ മിസ്റ്റർ ഗോവിന്ദനെ ഞാൻ എങ്ങനെയാണ് ഡീഫെയിം ചെയ്യാൻ നോക്കിയത്? Somebody came to Bangalore and told me all this and used his name. So he is supposed to find out through that gentleman, not me. അപ്പം they are just waiting. വൾച്ചേഴ്സിനെ പോലെ അവർ വെയിറ്റ് ചെയ്യാണ്. എവിടെ കിട്ടുമോ അപ്പോൾ കൊത്തി കൊല്ലുക. ഏതെങ്കിലും രീതി മതിയല്ലോ. ലോട്ട് ഓഫ് ബിസിനസ് നെഗോസിയേഷൻസ്, even with the Sharjah ruler and everything. All I was a part of it. Their meetings in the Gulf along with Shiv Shankar sir, I have been a part of it. And whatever details, I cannot go into it because it's a part of my 164 which I've given the court. So I cannot get into the details. എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഓൺ റെക്കോർഡ്സ്. യെസ്, 3.25 ലക്ഷവും 3.5 ലക്ഷവും എന്നൊക്കെയാണ് എൻ്റെ ശമ്പളം. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1,07,000. ബാക്കി പൊയ്ക്കൊണ്ടിരുന്നത് ആർക്കാണ്? എക്സാലോജിക്കൽ ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് തിരിച്ചു പോകുന്നത്, PWC കൊടുക്കുന്നത്. സോ ബാക്കിയുള്ള വിവാദങ്ങളെല്ലാം തെളിഞ്ഞില്ലേ? സോ ഇറ്റ്സ് നോട്ട് എൻ ആരോപണം. നൗ വി നീഡ് ടു കറക്റ്റ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് ആരോപണം, ഇറ്റ് ഈസ് ആക്ച്വൽ ട്രൂത്ത്, ദ റിയൽ ട്രൂത്ത്. ബിരിയാണി ചെമ്പിലുണ്ടായിരുന്ന അൺയൂഷ്വൽ വെയിറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു 10-20 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ട്യൂമ്പ് പോലത്തെ പാത്രത്തിൻ്റെ അകത്തുള്ള ബേസ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ വെയിറ്റാണ്. ആ ബിരിയാണി ചെമ്പ് 2 പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത് ആരും അവിടുത്തെ ഒരു മനുഷ്യരും വെളിയിലുള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല, അതിനെക്കുറിച്ച് ആരും കണ്ടിട്ടുമില്ല. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വിത്ത് ദി കോർട്ട്. കോൺസുൽ ജനറലിൻ്റെ റെസിഡൻസിൽ കോൺസുൽ ജനറൽ പേഴ്സണലി പാക്ക് ചെയ്ത് വിടുന്ന സാധനമാണ്. ആൻഡ് നമുക്ക് ചെക്കിംഗ് ഒന്നുമില്ല ക്ലിഫ് ഹൗസിൽ പോകാൻ. ദി വെഹിക്കിൾ വിൽ നോട്ട് ബി സ്റ്റോപ്ഡ് എനിവെയർ. ആൻഡ് കൗഡിയാർ ജവഹർ നഗറിൽ നിന്നും ആണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ്റെ അവിടെ ക്ലിഫ് ഹൗസ് പോകണം. അപ്പോൾ ശിവശങ്കർ സാർ ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ കാർ ഇവിടെ നിന്ന് വിത്ത് പ്രൊട്ടക്ഷൻ വിത്ത് ഗൺമാൻ, കേരള പോലീസിൻ്റെ ഗൺമാനുമായിട്ട് സാധനം കൊണ്ടുപോയി ഡെലിവർ ചെയ്യും. കംസ് ബാക്ക്. ഞാൻ പാക്കിംഗ് സമയത്ത് കോൺസുൽ ജനറലിന്റെ കൂടെ ആയിരുന്നു. അതായത് പാക്ക് ചെയ്യുന്നത് കണ്ടു. അല്ലെങ്കിൽ ഞാനിങ്ങനെ തുറന്നു പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇത്രയും നമ്മൾ ഓഫീസ് മണക്കാടാണ്. അവിടെ നിന്ന് ബിരിയാണി പോകേണ്ട ദിവസം
ഞാനും എൻ്റെ കോൺസുൽ ജനറലും 11 മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വരും. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ നോ ദിസ് മച്ച് ദാറ്റ് മൈ കോൺസുൽ ജനറൽ ഇച്ചിരി ഭയം കൂടുതലുള്ള ആളാണ്. ഇത് അവിടെ ചെന്ന് കയറിയതിന് ശേഷം നമുക്ക് ശിവശങ്കർ സാറ് അടുത്ത് ഇത് തരാണ്, ഓക്കെ ഓൾ ക്ലിയർഡ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രഷർ നോർമൽ ആവുന്നത്. ബിക്കോസ് വഴിയിൽ വെച്ച് വല്ല തട്ടിപ്പോ എക്സാക്ട്ലി. അപ്പോൾ നത്തിങ്. ഈ പറയുന്ന അറബ്സ് അവരുടെ നാടല്ലല്ലോ, അവരുടെ രാജ്യമാണെങ്കിൽ അവർ ഏത് രീതിയിലും കാഷ്വലായിട്ട് കാര്യങ്ങൾ നടത്തും. പക്ഷെ കേരളത്തിൽ അവർ ഫോറിനേഴ്സ് അല്ലേ. അവരുടെ വസതിയിൽ അവൻ്റേതായ ലോക്കൽ സിസ്റ്റംസ് ഉണ്ട്, കോൺസുലേറ്റിലും ഉണ്ട്. ആർക്കും അത് തൊടാൻ പറ്റത്തില്ല. ഇപ്പോൾ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെന്ന് അത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദ ഹോൾ പ്ലേസ് വിൽ അലാം. ഹോൾ പ്ലേസ് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ മൊബൈൽ. സോ ഇപ്പം വീട്ടിലാണ് സാധനം ഇരിക്കണമെങ്കിൽ വീട്ടിലാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഓഫീസിൽ അറിയാൻ പറ്റും. ഓഫീസിലാണ് സാധനം വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിലിരുന്നാലും രാത്രി ഇറ്റ് ഈസ് സേഫ് ആൻഡ് സെക്യൂർ. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വസ്തു, വീട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആധികാരികമായിട്ടോ ഒന്നും ഞാൻ ചോദിച്ചത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ he is definitely very very powerful and that is why he helped Shiv Shankar sir for my travel. He helped or upon somebody's request he kidnapped Sarith from Palakkad for no reason because vigilance ആയിട്ട് we don't have anything to do. ഉള്ളതെല്ലാം നാഷണൽ ഏജൻസീസ് ആണ്. പിന്നെ ഉള്ളത് ഈ നോർമൽ ഇഷ്യൂസ്, ഈ സർട്ടിഫിക്കറ്റ് കേസ് അങ്ങനെയുള്ളതിനാണ് കണ്ടോൺമെൻറ്റിൽ മറ്റേ KT ജലീൽ സാറിൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെയുള്ള കേരള പോലീസിൻ്റെ ചെറിയ ചെറിയ FIRs ആണ് കമ്പയർഡ് ടു NIA ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഓൺ വാട്ട് ഗ്രൗണ്ട്സ് Ajit Kumar, ADGP Ajit Kumar does not have to interfere into all these things if he is not connected to number 1. ഇല്ലേ? അപ്പോൾ ഹി വാസ് പവർഫുൾ ഫ്രം ലോങ് ബാക്ക്. പക്ഷേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഇപ്പോഴും ഒരാൾ സൈലന്റ് ആണ്, മുഹമ്മദ് റിയാസ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഇറ്റ്. അറിയില്ല. ഇവരെല്ലാവരും സൈലന്റ് അല്ലേ? അല്ല, എങ്കിൽ പോലും മുഖ്യൻ ഇപ്പോൾ ചെറിയതായിട്ട് ന്യായീകരിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാധാരണ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുന്ന സമയത്തൊക്കെ വിശദീകരണവുമായി വരുന്നത് ഇദ്ദേഹമാണ്. പക്ഷേ ഇദ്ദേഹം സൈലന്റ് ആണ്. യു നെവർ നോ. പുതിയ സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കാം. ഇവരുടെ സ്ട്രാറ്റജീസ് മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ, സീസൺഡ് ആണല്ലോ. മേ ബി ഹി ഈസ് ഓൾസോ ഡൂയിങ് ബിഗർ ആക്ടിവിറ്റീസ് ദാറ്റ് ഇഫ് ഹി ഓപ്പൺസ് ഹിസ് മൗത്ത് പീപ്പിൾ വിൽ ഗോ ബിഹൈൻഡ് ഹിം. ഐ എം നോട്ട് ഷുവർ. ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് മുഹമ്മദ് റിയാസ്. വഴിമുട്ടി നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വെൽ, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, ബിക്കോസ് ഐ ആം നോട്ട് റിലൈയിങ് ഓൺ ദി agencies or anything. I have given my 164 customs code. I have given ED ഇതിലും I have given my 164. അപ്പോൾ ഐ എം നോട്ട് ഷുവർ. ഐ എം ഓൾസോ വെയിറ്റിംഗ് ബിക്കോസ് എനിക്ക് അതിനുള്ള കാശില്ല ഇതിൻ്റെ പുറകെ ഓടി നടന്ന് അന്വേഷിക്കാൻ. സോ ഐ എം ഓൾസോ വെയിറ്റിംഗ്. ഓക്കെ, രാധാകൃഷ്ണൻ, അന്ന് ഇരുന്ന രാധാകൃഷ്ണൻ സാർ എന്നോട് അവർ പറയുന്ന രീതിക്ക് 164 കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല, ഫേവർ ചെയ്തുകൊണ്ട്. അപ്പോൾ ദാറ്റ് കെയിം ആസ് എ ബിഗ് ട്രാജഡി ആൻഡ് ഷോക്ക് ഫോർ മീ. അതൊരു ട്രോമ തന്നെയായിരുന്നു. ബിക്കോസ് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തുറന്ന് കൺഫസ് ചെയ്യുകയും എവിഡൻസസ് കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഹീ ടേൺസ് ഔട്ട് ടു ബി മറ്റവരുടെ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചല്ലേ 100%. ഇത് സിനിമയല്ല, ഇത് ഇറ്റ്സ് എ ബ്രൂട്ടൽ ട്രൂത്ത് ദറ്റ് തിങ്സ് ആർ ബാഡ് ഇൻ കേരള. ആൻഡ് ഇഫ് യു ആർ നോട്ട് പവർഫുൾ, അല്ലെങ്കിൽ പവറുള്ള ഒരാളിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ യു ആർ ഫിനിഷ്ഡ് ഫോർ എവർ. അവർക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ യു തിങ്ക് ശിവശങ്കർ സാറ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഈ ഫാക്ട് ശിവശങ്കർ സാർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ദേ ജസ്റ്റ് യൂട്ടിലൈസ് പീപ്പിൾ ലൈക്ക് ടിഷ്യൂ പേപ്പർ ആൻഡ് ദേ വിൽ ഓൺലി യൂസ് ദാറ്റ് ഫോർ വൺസ്, ദെൻ ദേ വിൽ പുൾ ഔട്ട് ദ നെക്സ്റ്റ്. ഐ ബിലീവ് ദാറ്റ് ഈ പറയുന്ന ഫാമിലി, ഈ ഉദ്യോഗസ്ഥരായാലും ആൾക്കാരായാലും കേപ്പബിൾ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിനെ പോലെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയും. അല്ലാതെ ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റോ സിൻസിയറിറ്റിയോ ഒരു രീതിയിലും ഉണ്ടെന്ന്
ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. ഒരു മനുഷ്യരും ഇവരെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ നടക്കാതെ ഇരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്, അവരുടെ കുടുംബത്തിനും നല്ലത്.